വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന് തിരുവനന്തപുരത്തെയും വേദിയായി പരിഗണിക്കുന്നു. സെപ്റ്റംബറിൽ തുടങ്ങുന്ന ടൂർണമെന്റിലെ 5 വേദികളിൽ ഒന്നാണ് തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബിനെ ആ നിലയിലാണ് പരിഗണിക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിശദാംശങ്ങൾ നൽകും. അനിൽ, ഔദ്യോഗിക പ്രഖ്യാപനം ഇക്കാര്യത്തിൽ എപ്പോഴുണ്ടാകും? അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ കാര്യവട്ടത്ത് ഇതിനോടകം തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ലെങ്കിൽ പോലും KCA അടക്കം ഈ വിവരം BCCI നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതായത് സെപ്റ്റംബറിലാണ് ഈ വനിതാ ലോകകപ്പിന് 50 ഓവർ ഫോർമാറ്റിലുള്ള ലോകകപ്പിന് തുടക്കമാവുന്നത്. തിരുവനന്തപുരം കാര്യവട്ടം അടക്കമുള്ള 5 വേദികളെയാണ് ഈ ലോകകപ്പിനെ പരിഗണിക്കുന്നത്. ആകെ 8 ടൂർണമെൻറ്റുകളുള്ള ഈ ടൂർണമെൻറ്റിലെ ഒരു പൂളിലെ മൊത്തം മത്സരങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുമെന്നുള്ളതാണ്. ഏകദേശം 5 മത്സരങ്ങളെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ കേരളത്തിലേക്ക് ലോകകപ്പ് ആവേശം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സമീപകാലത്ത് രഞ്ജി ക്രിക്കറ്റിലൊക്കെ തന്നെ വലിയ നേട്ടം കാഴ്ചവെച്ചതിന് പിന്നാലെ ഇങ്ങനെയൊരു ക്രിക്കറ്റിൽ മറ്റ് ഒരു തരത്തിൽ കൂടി കേരളത്തിന് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇപ്പോൾ വേദിയായി തിരുവനന്തപുരത്തെ കൂടി പരിഗണിക്കുന്നു എന്നുള്ളത്. വിശാഖപട്ടണം അടക്കമുള്ളവയാണ് മറ്റ് വേദികളായി പരിഗണിക്കുന്നത്. ഈ സമയത്ത് കേരളത്തിൽ മഴയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത്. ആ സമയത്താണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ 2ാം എഡീഷന് KCA പദ്ധതി കിട്ടിയിരുന്നത്. പക്ഷേ അതിൻ്റെ കാര്യത്തിലടക്കം അത് ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരും, ഇക്കാര്യത്തിന് പ്രഥമ പരിഗണന നൽകേണ്ടി വരും എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ KCAക്ക് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ പുരുഷ ലോകകപ്പ് ഇവിടേക്ക് വരേണ്ടതാണ്, പക്ഷേ പരിശീലന മത്സരങ്ങൾ മാത്രമാണ് അന്ന് കിട്ടിയത്. അതിൻ്റെ ഒരു നിരാശ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഔദ്യോഗിക മത്സരങ്ങൾ, ലോകകപ്പ് മത്സരങ്ങൾ തന്നെ നമുക്ക് കിട്ടുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. സെപ്റ്റംബറിൽ തുടങ്ങുന്ന ടൂർണമെന്റിന്റെ 5 വേദികളിൽ ഒന്നായി തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബിനെ പരിഗണിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്.